ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് എത്ര സത്യമാലേ. ഞങ്ങൾ ഈ കേരള ടു ലഡാക്ക് ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസം അത് എടുത്തു പറയേണ്ട ഒരു ദിവസം തന്നെയായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾക്ക് കാർ കഴുകാൻ നല്ലൊരു സ്പേസ് കിട്ടി. അതുകൊണ്ട് വണ്ടിയൊക്കെ വൃത്തിയാക്കി കഴിയതിനു ശേഷമാണ് ഞങ്ങളുടെ ഈ ഒരു ദിവസം ഇന്ന് തുടങ്ങിയത്. പിന്നെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് കുറച്ച് മുട്ടയും ഒരു ചായയൊക്കെ കുടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയായിരുന്നു കുക്ക് ചെയ്തത്. ഒരു 8:30 കൂടിയിട്ടാണ് ഞങ്ങൾ സോലാപൂരിൽ നിന്നും ദുലെ ലക്ഷ്യമാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാ, പോകുന്ന വഴിയിലെ കാഴ്ചകൾ കണ്ടാൽ ഏതൊരാളുടെയും മനസ്സ് നിറഞ്ഞു പോകും. അത്രക്കും ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്ര കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഈ മൺസൂൺ തന്നെയാണ്. ഈ ഒരു സമയത്ത് തന്നെ ഇതുവഴി പോകാൻ പറ്റും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ക്യാമറയിൽ പകർത്താൻ പറ്റുന്നതിനേക്കാളും എത്രയോ മനോഹരമായിട്ടാണ് നേരിൽ കാണുന്ന കാഴ്ചകൾ. ഞാനൊരു പരിധി വരെ എന്റെ ക്യാമറയിൽ പകർത്താൻ ഇത് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്രത്തോളം പറ്റിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഔറംഗാബാദിലുള്ള ഒരു മലയാളി ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാസ് ചെയ്യുന്ന വഴി തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. വരുന്ന വഴിക്ക് അവിടെ എന്തായാലും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഔറംഗാബാദുകാരി. പുള്ളിക്കാരി ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഇവിടെ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കും അദ്ദേഹം ഇവിടെ ഒരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ എത്തി. ഏകദേശം നല്ല അടിപൊളി ഒതന്റിക് മഹാരാഷ്ട്ര താളിയൊക്കെ തന്നെ അവർ ഞങ്ങളെ സ്വീകരിച്ചു. ലഞ്ചിന് ശേഷം അവരുടെ ഫ്ളാറ്റിൽ പോയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തു. ഇറങ്ങാൻ നേരത്ത് പുള്ളിക്കാരി എഴുതിയ ഒരു പുസ്തകവും അദ്ദേഹത്തിന്റെ ബിസിനസ് ഉൽപ്പന്നമായ പാക്ക് ചെയ്ത ഒരു കോക്കനട്ട് വാട്ടറിന്റെ ചെറിയൊരു പാക്കും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ ദുലെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവിടെ എയർബിഎൻബിയിൽ റൂംസ് ഒന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് മുംബൈ KMCC ഭാരവാഹിയായ സലീം ഭായിയെ കോൺടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ദുലയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്റ്റേ സെറ്റാക്കി തന്നിരുന്നു കേട്ടോ. രാത്രി ഒരു 8 മണിയോടെയായിരുന്നു ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അപ്പോഴാണ് അവിടെ ശരിക്കും ഞങ്ങൾ നെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ദുലയിൽ ഉണ്ടായിരുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ അദ്ദേഹത്തിന്റെ വകയായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കല്യാണം വരുന്നുണ്ട് ഡിസംബറിൽ. ആ ഒരു സമയത്ത് ഞങ്ങൾ എന്തായാലും അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്ന റൂട്ടിനെ കുറിച്ചും താമസത്തിനെ കുറിച്ചും എത്ര രൂപ ചെലവാകുന്നുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ. എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് ഈ വ്ളോഗിൽ കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി.